സമ്മാന പെരുമഴയിലെ 4ാമത്തെ വീട് നമ്മുടെ തൊളിക്കുഴിയിലെ ഷൈനി ചേച്ചിയുടേതാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണെന്നൊന്നും കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. ചേച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്ന കാര്യമൊക്കെ. അപ്പം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, ആ വീടിന്റെ മാത്രമല്ല, നമുക്ക് 10 വീടിന്റെ അവിടെ പോണം. പക്ഷെ ഇവരൊന്നും അറിയാതെ അവിടെ അറിയാതെ അവസ്ഥ എന്നറിയണ്ടേ? അതെ. എന്തായാലും ഷൈനി ചേച്ചി നമ്മൾ അറിയിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ചേച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ. വൃത്തിയാക്കലാണോ? മഴയൊക്കെ അല്ലേ? അത് പെരുമഴയല്ലായിരുന്ന ഈ മഴ കാരണം എനിക്കും കൊച്ചിനും വരാൻ പറ്റും. നമ്മുടെ അവിടെ 4:30 എത്തിയാലും ഇനി കിളമാനൂരെത്തുമ്പോൾ സാറിന് അറിയാലോ ഇരുട്ടിപ്പോ. ഞാനൊരു കുട്ടിയെ സാറിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴയില് ഞങ്ങൾ ഈ കുടുംബത്തിനെ ഒഴിവാക്കട്ടെ. സാറ് അങ്ങനെ മാത്രം പറയരുതല്ലേ. ചെയ്ത ഈ കുടുംബം ഇനി നാളെ സാറിന് ചിലപ്പോ നമ്മളെ ഈ ഷൈനി എന്ന് വിളിക്കാൻ ഒരു ആൾ കാണും. അല്ല, ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ബാധ്യത എല്ലാം കഴിഞ്ഞു എന്നാണ് പറയുന്നത് എനിക്കുള്ളതല്ലേ. മിക്ക ആൾക്കാരും അങ്ങനെയാണ് പറയുന്നത്. പറഞ്ഞാൽ സാറിന്റെ ഈ ട്രസ്റ്റിന്റെ ഇതിൽ വന്ന് എനിക്ക് പൈസ ഒരുപാട് കിട്ടി. പിന്നെ ഒരു പ്രഗൽഭ ചാനലില്, അത് ചാനലിന്റെ പേര് നമുക്ക് പറഞ്ഞുകൂടാ, എന്നാലും പ്രഗൽഭ ചാനലില് എന്റെ വാർത്ത വന്നതാണ് സാർ. കാരണം എന്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് അത് ഞങ്ങളെ ഈ നാട്ടിൽ തന്നെ അറിയാലോ, സാമൂഹ്യ വിരുദ്ധരുണ്ട് അല്ലാത്തവരുണ്ട്. ഏതോ ഒരു ആളിനെ ഞങ്ങൾ അറിഞ്ഞ് അവരെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾക്ക് കടമില്ല, ബാധ്യതയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ആ ചാനലിൽ അറിയിച്ചു. പക്ഷെ ആ ചാനലുകാർ നല്ലതായിരുന്നു, നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ഞങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമുക്ക് സാറിനിപ്പം എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ബോധ്യപ്പെടുത്തിയതിനു ശേഷമല്ലേ സാർ എന്നെ വീഡിയോ. കാരണം എന്റെ കടബാധ്യത, എനിക്ക് എങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം സാറിന്റെ മുമ്പിൽ ഞങ്ങൾ കാണിച്ചിട്ടാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കള്ളത്തരവും പറഞ്ഞ് ആരെയും പൈസ തട്ടിയെടുക്കാൻ ആരും നോക്കില്ല. ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് ചുരുക്കി പറയൂ. അവസ്ഥ എന്ന് പറഞ്ഞാൽ സാർ, ഈ സാർ ഇപ്പൊ 1000 രൂപയുടെ കൂപ്പണാണ് നമുക്ക് വച്ചിരിക്കുന്നത്. ആ 250 ഇപ്പൊ സാർ 250 കൂപ്പൺ ആക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണപ്പെട്ടവരും കൂടെ ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ 2ന്റെ ഭാഗമാകണം. കാരണം നമ്മുടെ ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ വീടില്ലാത്തവർ തന്നെ നിരവധി പേരുണ്ട്. അവർക്കെല്ലാം നിങ്ങളെ കണക്കുള്ള ഈ ഒരു വീട് അവർക്ക് സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും താഴത്തെ കൂപ്പൺ എടുക്കുന്നതിന് വേണ്ടി വെറും 250 രൂപ മാത്രം മുടക്കിയ മതി എന്ന് പറയുന്നത്. പക്ഷെ 250 രൂപ മുടക്കിയാൽ ആകെ ഒരു കൂപ്പണേ കിട്ടത്തുള്ളൂ. എങ്കിൽ കൂടി ഈ മന്ത്ലിയുള്ള ഞെറുക്കെടുപ്പിലും മെഗാ ലക്കി ഡ്രോയിലും പങ്കെടുക്കാൻ പറ്റും. 250 മാത്രമല്ല, ഒരു കൂപ്പൺ എടുക്കുകയാണെങ്കിൽ 5 ടോക്കനും കിട്ടും. അവർക്ക് ഈ മെഗാ ലക്കി എല്ലാത്തിലും നൽകാനും പറ്റും. എല്ലാവർക്കും അതിനുള്ളൊരു സാഹചര്യം ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ 250 ആക്കിയത്. 250 മാത്രമല്ല, 500 രൂപയ്ക്കും 750 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. 500 രൂപയ്ക്കാണെങ്കിൽ 2 കൂപ്പണും 2 ടോക്കണും, 750 രൂപയ്ക്കാണെങ്കിൽ 3 ടോക്കണുമാണ് ലഭിക്കുന്നത്. അതുപോലെ 1000 രൂപയ്ക്കാണെങ്കിൽ 5 ടോക്കൺ. നേരത്തെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ നമ്മുടെ മകളുടെ അവസ്ഥ 23 വയസ്സായി. പക്ഷെ ആരും കടം വരുത്തി വെക്കൂല സാർ. ഓരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ കടത്തിലോട്ടാക്കുന്നത്. അപ്പൊ നല്ലോണം പഠിക്കുന്ന, ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഉണ്ട് അവളുടെ പേജ്. അതിലൂടെയെങ്കിലും അവൾക്ക് എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചാണ് അതൊക്കെ അത് തുടങ്ങി. ഇറ്റ്സ് മൈ ഗീതു എന്ന് പറഞ്ഞ അവള് അതിൽ പാട്ടായാലും പടം വരയ്ക്കാനായാലും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവളെയും കൊണ്ട് മരിക്കാനേ പറ്റുള്ളൂ സാർ, ഇത് നടന്നില്ലെങ്കിൽ. കാരണം എനിക്ക് കടബാധ്യതകളാണ് മെയിൻ. കാരണം അണ്ണന്റെ അസുഖത്തിനും എന്റെ അച്ഛൻ തൊട്ട് അമ്മ തൊട്ട്, അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അച്ഛനും പക്ഷാഘാതം വന്ന് 8.5 വർഷം കിടപ്പിലായിരുന്നു. ഒറ്റ മകളാണ് ഞാൻ, വേറെ ഒരാളെ എനിക്ക് താങ്ങാനുമില്ല. അപ്പൊ എല്ലാരും ഇതൊരു തട്ടിപ്പോ ഒന്നും അല്ല. ആരും മീഡിയയുടെ മുമ്പിൽ ഒരിക്കലും വരില്ല. കാരണം എല്ലാരും കടം ഉണ്ടെങ്കിൽ പോലും അത് ഒളിച്ചു വെച്ച് എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാമെന്ന് നോക്കുകയുള്ളൂ. പക്ഷെ അത്രത്തോളം സാഹചര്യത്തിൽ മരിക്കാമെന്ന് ഞാനും എൻ്റെ ഭർത്താവും മോളും വിചാരിച്ചെടുത്ത്. എൻ്റെ മോളാണ് പറഞ്ഞത്, അമ്മ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് കേൾക്കുന്ന ആ സാറിനെ പോയൊന്ന് കണ്ട എന്തെങ്കിലും ഒന്നും ആവില്ല. അങ്ങനെയാണ് സാറിന്റെ മുമ്പിൽ ഞങ്ങൾ എത്തി. അതുകൊണ്ട് സാറ് ഞങ്ങളെ കൈവടിയരുത്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ 2ന്റെ ഭാഗമായി 4ാമത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീടാണ്. നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? തിരുവനന്തപുരം കരമനയിൽ. അതെ, കരമനയിൽ നമ്മുടെ സതീഷ് ബിന്ദു ദമ്പതികൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ അവർ ആത്മഹത്യ ചെയ്തതിന് ശേഷം ആ പ്രമുഖ ബാങ്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് ആ കടം എഴുതി തള്ളാന്ന്. ഒരു കുടുംബം അനാഥമായി അല്ലെങ്കിൽ കുടുംബം ഇല്ലാതായതിനു ശേഷം
അവിടെ ബാങ്ക് ലോൺ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ മറ്റു കാര്യം ചെയ്ത് എന്താണ് കാര്യമുള്ള? അപ്പൊ അങ്ങനെയുള്ള 10ഓളം കുടുംബങ്ങളെയാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ 2 എന്ന പദ്ധതിയുമായി ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഇവരെ ആരെയും ഞങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ സീസൺ 2 എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരും ആശ്രയ സമ്മാനയുടെ ഭാഗമാകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗമാകുന്നതിൻ്റെ ഇതാണ് ഞങ്ങൾ റേറ്റ് തന്നെ വളരെ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും 250 രൂപയ്ക്ക് പോലും ഇതേപോലെയുള്ള ഈ അമ്മമാരെ അല്ലെങ്കിൽ ഈ സഹോദരിമാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ആരും ആശ്രയ സമ്മാനപ്പയുടെ ഭാഗമാകാതിരിക്കല്ലേ. എല്ലാവരും ആശ്രയ സമ്മാനപ്പയുടെ ഭാഗമായി ആശ്രയ കൂപ്പൺ എടുത്ത് എന്ന് ഉറപ്പുവരുത്തും.